വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്കും അതേപോലെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ് കേട്ടോ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? വായോട്ടാ. ഞാനുണ്ടല്ലോ നമുക്ക് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നമുക്കതിലും കറിയൊന്നും ഇല്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ പറ്റാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും അതേപോലെ ലഞ്ചിന് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ആയ ഒരു പാചകമായിട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ബസ്മതി റൈസ് തന്നെ എടുക്കണമെന്നില്ല, നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ഏത് അരിയായാലും അതുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ബസ്മതി റൈസ് 2 ഗ്ലാസ്സാണ് എടുത്ത് നോക്കണേ. അപ്പോൾ 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ തീ കത്തിച്ച് നമ്മുടെ ഈ കാലത്തിൽ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഇതാ ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ. വെള്ളം ഇതാ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇട്ട് 1/2 ടീസ്പൂൺ എടുത്തിട്ടില്ല, അത്രയും കുറവ് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ചോറൊന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ 2 ഗ്ലാസ് നമ്മുടെ അരി നന്നായി കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ളതാണ് അതിട്ട് കൊടുക്കുക. ഈ വെള്ളം കൃത്യം അളവിൽ നമ്മുടെ ഈ ചോറ് വെന്ത് കിട്ടും കേട്ടോ. ഇനി അതല്ല നമുക്ക് ഊറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം, അങ്ങനെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഈ വെള്ളം വറ്റി വരുന്നതോടുകൂടി നമ്മുടെ ഈ ചോറിൻ്റെ അളവ് കൃത്യമായിരിക്കും, വെന്ത് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് നോക്കിയാൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം ഒന്ന് തൊട്ട് നാമ വെച്ച് നോക്കുക, ആ ഉപ്പ് രസം നിൽക്കണം മുന്നിൽ. അപ്പോൾ നമ്മുടെ അളവ് കൃത്യമായിരിക്കട്ടെ ചോറിലേക്കുള്ളത്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം വേവണ വരെ. നമ്മുടെ ചോറ് കൂടി ഇരുന്ന് വേവണ ആ ഒരു സമയം മതി. നമുക്കിതിലേക്കുള്ള കുറച്ച് മസാലകളൊക്കെ റെഡിയാക്കണം. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമുക്കൊരു ചീനച്ചട്ടി അടപ്പത്ത് വയ്ക്കാം. ഈ ചീനച്ചട്ടി ഒന്നുകൂടി ഒന്ന് ചൂടാവട്ടെ. ഇവിടെ നമ്മുടെ ചോറ് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് തീ ഒന്ന് കുറവിൽ വയ്ക്കാം കേട്ടോ. ചീനച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മളിതാ ഇത്തിരിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ ചോറ് വെന്തിട്ടുണ്ടാവും. നോക്കിയേ ചോറ് വെന്ത് വെള്ളമൊക്കെ കൃത്യ അളവായിരുന്നു കേട്ടോ. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. ചീനിച്ചട്ടിയിൽ നമ്മൾ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ നോക്കിയത് ഇത്തിരിയോളം ഇഞ്ചിയിട്ട് ചെറുതാക്കി നുറുക്കിയത് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് അണ്ടിപ്പരിപ്പാണ് കേട്ടോ, ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ കേട്ടോ. അണ്ടിപ്പരിപ്പിൻ്റെ കളർ നോക്കി ചെറുതായിട്ടൊന്ന് മാറി വന്ന് തുടങ്ങി. ആ സമയത്ത് നമ്മളതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമില്ല അത്രയും പച്ചമുളക് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് 2 പച്ചമുളകാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്. പച്ചമുളക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ട. കുറേ സമയം ഇളക്കി പച്ചമുളക് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് നമുക്കുണ്ടല്ലോ സവോളയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോളയാണ് നമ്മൾ ഇതേപോലെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുള്ളത്. സവോള ഇട്ടിട്ട് ഒരു 2 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക വേണ്ട കേട്ടോ. സവോളയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കൂടെ തന്നെ നമുക്കതിലേക്ക് ക്യാരറ്റും കൂടി നമ്മൾ ചെറുതാക്കി നുറുക്കിയതുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിൻ്റെ കൂടെ നമുക്കുള്ളത് പിന്നെ ബീൻസാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തോണേ. കണ്ട ചെറുതാക്കിയിട്ട് ഒരു സൈഡ് പോലെയായിട്ടോ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റും ബീൻസൊക്കെ നമ്മളിപ്പോൾ ക്യാരറ്റ് ഇതേപോലെ തന്നെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, അത്യാവശ്യം നീളമുള്ള ഒരു ക്യാരറ്റ്. അതേപോലെ ബീൻസ് ഒരു 5 ബീൻസാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതല്ല കൂടുതൽ വെജിറ്റബിൾസ് ഇത്തിരി കൂടിയോണ്ടൊന്നും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല കൂടിയാലും കുഴപ്പമില്ല, കുറയണ്ട. ബീൻസ് ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ കണ്ട് ഗ്രീൻ ബീൻസ് കേട്ടോ, ഫസ്റ്റ് ഗ്രീൻ ബീൻസിലെ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുണ്ടല്ലോ
ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിട്ടല്ലോ ആ ഗ്രീൻ ബീൻസൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അതിലേക്കിടാം കുറച്ച് വെള്ളം കേട്ടോ ഒഴിച്ചാൽ മതി. വേവേണ്ട അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചോറിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉപ്പായിട്ട് നമ്മൾ ഇട്ടുണ്ടോ. ഇതാ ഉപ്പൊക്കെ ഇത്ര അളവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ എടുക്കണ ആ പച്ചക്കറിയുടെ അളവ് പോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണ്ടി ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിടല്ലോ മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ പച്ചക്കറിയിൽ നോക്കിയാൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കുണ്ടല്ലോ നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ചോറുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതാ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പച്ചക്കറികളൊക്കെ നമ്മുടെ ചോറിൻ്റെ എല്ലായിടത്തേക്ക് ആവേണ്ട പോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ട നമ്മുടെ ചോറ് കണ്ട കട്ട പിടിക്കുക ഒന്നുമില്ലായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്കുണ്ടല്ലോ ഒരു പിടി നാളികേരം കണ്ടോ അത്രേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്കതിലേക്ക് ഇത്തിരിയോളം മല്ലിയിലും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആ നാളികേരം ഒക്കെ നമ്മുടെ ചോറിലേക്കൊക്കെ ഇങ്ങനെ ആവേണ്ട പോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ തീയൊന്നും ഇപ്പോൾ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. തീയൊക്കെ കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കാക്കി എടുക്കാം. ഇത് വെറുതെ ഇങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം. കണ്ട കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. ചോറ് കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും, അത്രയും ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ചോറിലിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു തൈര് മാത്രം മതി. അതല്ല ഇനിയിപ്പോൾ നോൺ വെജൊക്കെ ഇല്ലാണ്ട് കഴിക്കില്ല എന്നുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു മുട്ടയ്ക്ക് ഒന്ന് കൊത്തി പിടിച്ചിട്ട് കൊടുത്താലും സുഖമായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷാറ്റിന് പിടിച്ചിട്ട് വരട്ടെ. നോക്കിയ കണ്ട ഒരു കട്ടില്ലാണ്ടത് സുഖമായിട്ട് നമുക്ക് തന്നെ ഇടാം കേട്ടോ. ഓ കാണാനുള്ള ഒരു ഇത് നോക്കിയേ, ഇതിലേക്ക് കറിയൊന്നും വേണ്ടല്ലോ. പിന്നെ അതന്നെ വെറുതെ ചൂടുണ്ട് ഷൈട്ടാ. ചൂടൊന്നും പ്രശ്നമല്ല. ഇത് ഭയങ്കര രസമാട്ടാ. നമുക്ക് കാപ്പി കഴിക്കാനായിരുന്നു സുഖ, വെറുതെ ഇത് കഴിക്കുക, കട്ടൻ ചായ എണ്ണ കഴിക്കുക, അത്ര രസമാണ്. രസമില്ല ഇത്. ശരിക്ക് കുറച്ച് സമയം, ആകെ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇതാക്കാൻ പറ്റും. സ്മിത പെട്ടെന്ന് ഇത് ആക്കാനായിട്ട് എടുക്കണം കാണാം. ഇത് കഴിഞ്ഞ ഒരു പിള്ളേർക്ക് കൊടുക്കണം കാണാം. 5 മിനിറ്റ് മതി ചോറൊക്കെ റെഡി ആയിരിക്കുകയാണെങ്കിൽ ആക്കാനായിട്ട്. അപ്പോൾ നിർത്തല്ല. അപ്പോൾ എല്ലാവരും ഇത് നോക്കിയോളോ, അത്ര സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.